ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. ഈ കല്ലറയ്ക്കകത്ത് വല്ലതും ആയിരിക്കുമോ അവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കല്ലറ പൊളിച്ചു നോക്കിയാലോ? മന്ദ, സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വല്ലായെന്ന് അറിയാൻ വേണ്ടി ചെടി പിടിച്ച് നോക്കുന്ന പോലെ ഇരിക്കും. കല്ലറ കിഴങ്ങ്. ஆமா, அப்புறம் வீட்டுல குழந்தை குட்டிங்க எல்லாம் சௌக்கியம் தானே? ஏன் எனக்கு குழந்தை இல்லை, குட்டி அப்புறம் ஏன் அவங்களுக்கு சௌக்கியம் கேட்கறேன்? யாரு அவன்? கடவுளே. പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പന്മാരെ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? കണ്ണ് കണ്ടോടെ എനിക്ക്? സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്, പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ തന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50, ആലമന്റ് അലേർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണമെടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. മതി. തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ വെച്ചിരിപ്പുണ്ടല്ലേ? തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, സാറിയുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. SP അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചകം അടിച്ച് നിൽക്കാണ്ട് പാനെടുത്തിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. CI പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. ഐ എം മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ? പരുക്കനാ. ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം. 3 മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള. ശരി. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? ഒഴുകി തിന്നാൻ. അതാണ് എന്തിനാണ് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ തന്നെ അങ്ങനെ വെച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സാർ. എന്ന് റിലീസായി? ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പഴയ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സാർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതായി കക്ഷി? പഴയ ശ്രീനിവാസ ജീവന കേസിലെ പ്രതിയാ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കഠിനമായിരുന്നു. കഷ്ടം, നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റാ. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താനായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനയുടെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്ക് കൊടുത്തിരുന്ന ഇടപെട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈകഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു എന്താ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. ഓക്കെ മാനേജർ സർ. എന്താ വിശേഷാക്ഷി, സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയ ഫൈൻ. 5 ലക്ഷം. $10 രൂപയ്ക്ക് ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നതെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യേ.
ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷോ? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നണേ. തട്ടിപ്പറിച്ചെന്ന് പറയുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി. എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതി കിട്ടിയില്ലെങ്കിൽ ഈ കേസ് നിന്റെ തല വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിച്ച് എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ കോട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ്, SP ഹിയർ. ഞാൻ XC കുഞ്ഞീഷാണ് സാർ, ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI നമ്മളെവിടെ? SI ESIക്ക് പോയിരിക്കുക സാർ. CI ബാലചന്ദ്രൻ നായരോ? അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, SI കുഞ്ഞീഷയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീഷോ. ഓ, സോറി. താനേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, താനത് പുഴുങ്ങി തിന്നോ. ആ സാർ. ഇങ്ങോട്ട് വാടി വരത്തലയാ. ധനശ്രീ ബാങ്കിൽ നിന്ന് 5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരോ ഓടിയെന്ന്. ഓടിയത് അവൻ തന്നെയായിരിക്കും. ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നില്ല. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ?
സമ്മതിച്ചു. നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ ഒഴുകി തിന്നാൻ നീ എന്റെ സ്റ്റിക്കും ആ ചാപ്പ് കൊടുക്കണം. അപ്പോ വീണ്ടും തുടങ്ങിയല്ലേ സാർ, ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടിപ്പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ? സാർ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, എവനാണ്? ബെന്നി, അവനെ വിടാൻ മര്യാദയ്ക്ക് സറണ്ടർ ആകുന്നതാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദേ, 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 എന്റെ റിവോൾവർ. ഇങ്ങോട്ട് ഭാരതി. എന്റെ അമ്മേ, ഇവരെ കണ്ടിട്ടൂടെ? ആ കളാ സാർ, വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവിടുത്തെ പെട്ടി എടുത്തോണ്ട് ഓടിയത്? പണ്ട് കേരളത്തില് സാർ, 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 സാർ. അയ്യോ, എന്റെ ഓട്ടോ കൊണ്ട് പോണേ. പിടിക്കാതെ. വേഗം വിട്ടോ, വേഗം വിട്ടോ.